ഹായ് കൂട്ടുകാരെ, നമുക്കൊന്ന് കുറച്ച് അഡീനിയം പൂക്കൾ കണ്ടാലോ? ഇതാ കണ്ടില്ലേ, ബേബി പിങ്ക്. എൻ്റെ ഈ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണേ. പിന്നെ എന്താ വൈറ്റ് വൺ പെറ്റലാണ്. ഇതൊക്കെ ഷെയ്ഡിനടിയിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ മഴ സമയത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ പൂക്കില്ല. ഈ ഒരു പൂ ഇത് നാളേക്ക് ശരിക്കും വിരിയുള്ളൂ കേട്ടോ. ഇത് പിന്നെ വിരുന്നാണ്. ഇതൊക്കെ ഇന്നലെ മുട്ടായിരുന്നു. ഇതൊക്കെ നാളേക്ക് റെഡി ആയി വളരുള്ളൂ. ഈ പൂവ് ഞാൻ അടർത്തിയതാണ് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ ഭംഗി പോയി. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒക്കെ മുട്ടായിരുന്നു. ഇന്നിതെല്ലാം പൂവായി വിരിഞ്ഞു മാറി. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു സുന്ദരിപ്പൂവ് അല്ലേ. കുറച്ച് ചെടികളിൽ ഇപ്പോൾ പൂക്കളുള്ളൂ കേട്ടോ. അത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പൂക്കളില്ലാത്തൊന്നും കാണിക്കുന്നില്ല. പൂക്കളുള്ള ചെടികളെ മാത്രം ഒന്ന് കാണിച്ച് പോകാൻ വിചാരിച്ചിട്ടാണ്. ഇതൊരു മഞ്ഞ തന്നെയാണ്. ഇതിൻ്റെ പൂവിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഞാൻ ഇതിന് പേരിട്ടേന്ന് പൊട്ടിത്തെറിച്ച സുന്ദരി എന്നാണ്. ഇത് പൊട്ടിത്തെറിച്ച പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വെക്കുക. ഫുള്ളായിട്ട് വിടർന്നിട്ടില്ല. ഇതിൽ നിന്നും അതിന് നല്ല വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പൂ വലിയ പൂവായിരിക്കും, നല്ലൊരു ഡാർക്ക് യെല്ലോ ആണ്. പക്ഷേ ക്യാമറയ്ക്കകത്തത് കംപ്ലീറ്റ് ആ യെല്ലോ വരുന്നില്ല കേട്ടതാ. ഇതിൻ്റെ ഉള്ളിലൊരു യെല്ലോ കാണുന്നില്ലേ, അതായിരിക്കും ഇതിൻ്റെ യെല്ലോ ശരിക്കും. വിരിയുമ്പോൾ ഇതിപ്പോൾ 2 ദിവസം ആയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്തിരി കളർ മങ്ങിയത്. പക്ഷേ വിരിയുന്ന ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള യെല്ലോ ആയിരിക്കും, നല്ല യെല്ലോ ആയിരിക്കും. ഇനി ഇവിടെ ഉണ്ട് ഒരു ഡബിൾ പെറ്റൽ യെല്ലോ തന്നെ. ഇത് ലൈറ്റ് യെല്ലോ ഉണ്ട്. ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും കളർ തോന്നുന്നത്. പക്ഷെ ഇത് 2 ദിവസം കഴിയുമ്പോൾ ശരിക്കും ലൈറ്റ് തന്നെയായി വരും. ഇതിൻ്റെ ഏതെല്ലാം തുമ്പിലുള്ള കളറുണ്ടല്ലോ, ആ കളർ തന്നെയായി വരും കേട്ടോ. ഇതിലൊക്കെ സീഡുണ്ട് കേട്ടോ ഈ ഡബിൾ പെറ്റലിൻ്റെ ഇതിൽ. സീഡ് കുറച്ച് ചെടികളിലുണ്ട് കേട്ടോ. ഇതിലുണ്ട്. ഇത് വൈറ്റാണ്, വൈറ്റ് വൺ പെറ്റലിൻ്റെ ആണ്. ഇതും ഒരു വൺ പെറ്റൽ ചെടിയുടെ തന്നെ. സീഡുകൾ കുറച്ച് ചെടികളിലുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല പൂക്കളിൽ, ചെടികളിൽ പൂക്കളുള്ളത്. അപ്പോൾ അത് മാത്രമേ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അപ്പോൾ എൻ്റെ ഈ ചെടികൾ പൂക്കൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ ബൈ.